അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹി നമസ്കാരത്തിൽ ഇമാമായിരുന്നു ഖത്തീബ് ഉസ്താദ്. ബണ്ണൂർ ഹനഫി പള്ളിയുടെ ഹസ്രത്ത് ഇസ്മായിൽ റസ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ ഇമാം നിന്നു. നിസ്കാരത്തിൻ്റെ ഒന്നാം റക്അത്ത് കഴിഞ്ഞ് രണ്ടാം റക്അത്തിലാണ് ഉസ്താദ് കുഴഞ്ഞു വീഴുന്നത്. നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ്ടും വന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കുന്ന വാർത്ത ഉസ്താദ് മരണപ്പെട്ടു എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ പ്രായമാണ്, 10-25 വർഷം അത്രേ ആവുകയുള്ളൂ. പിഞ്ചു മക്കളുണ്ട്. അള്ളാഹുവിൻ്റെ തീർമാനം പ്രിയപ്പെട്ടവരെ, മരണം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എപ്പോഴാണെന്നറിയില്ല. മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്കറിയില്ല നാം മരണപ്പെട്ടു പോകുമെന്നുള്ളത്. ഇത്തരത്തിലുള്ള മരണം നമുക്ക് നൽകുന്ന വലിയ പാഠമെന്നുള്ളത് തീർച്ചയായും നാം മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏത് സമയം എന്നറിയില്ല. എല്ലാ സമയത്തും മരണത്തിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉസ്താദിന് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എവിടെയായാലും, എത്ര വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിലായാലും മരണം സമയം എത്തിയപ്പോൾ തീർച്ചയായും മരിക്കുക തന്നെ ചെയ്യും. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ ഏത് സമയത്ത് എങ്ങനെ മരിക്കുന്നറിയില്ല. അള്ളാഹു ആ കുടുംബത്തിന് ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ. ചെറിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരാണ് നിരന്തരം ഇപ്പോൾ മരണവാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഉസ്താദന്മാരുടെ മരണം. നാളെയാണ് സനത് വാങ്ങേണ്ടത്, ഇന്ന് മരണപ്പെട്ടുന്ന. ഇന്നാണ് കല്യാണം കഴിഞ്ഞത്, അന്ന് തന്നെ മരണപ്പെട്ടുന്ന. ഇങ്ങനെയുള്ള ഖത്തീബ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുന്ന, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു. ഉസ്താദ് സുബ്ഹി നമസ്കാരത്തിന് കൈകെട്ടിയ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി ഓർമ്മ മാത്രയാണ്. മരണമെന്നുള്ളത് അത് ഒരു മനുഷ്യൻ്റെ നാശമല്ല. തുഹ്ഫത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കതൊരു വലിയ സമ്മാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കുമെന്നാണ്. അള്ളാഹു മരണം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മരണം ആസ്വദിച്ചു കൊണ്ടുവരിക്കുന്ന വലിയ വലിയ മഹാരഥന്മാരുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മരണമെന്നുള്ളത് ഹയാത്തിൻ അബദിയ, ഒരു ശാശ്വതമായ ജീവിതത്തിൻ്റെ ഒരു ഇബ്തിദ ആണ്. അതിൻ്റെ ഒരു തുടക്കമാണ്. അധികം ജനങ്ങൾ യക്റഹൂനൽ മൗത, മരണത്തെ വെറുക്കുന്നു. വയുഹിബ്ബൂനൽ ഹയാത്ത് ദുനിയ, ദുനിയാവിൻ്റെ ജീവിതം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാരണം അത് നമ്മുടെ ഗഫ്ലത്താണ്. നാം എന്നും അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മിൻ ദാരിൽ ഫനാ, ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് ഇലാ ദാരിൽ ബഖാ, ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് ഒരു നീക്കം ചെയ്യലാണ്. ഇന്തിഖാൽ ശഖ്സ് എന്ന് പറയും, ഒരു നീക്കം ചെയ്യുക എന്ന് മാത്രമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവിടെ സ്വർഗവും നരകവും എല്ലാം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിനെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു കുടുംബത്തിനും ആ ജമാഅത്തുകാർക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഓരോ മനുഷ്യനും അത്യാവശ്യമാണ് ദിക്റുൽ മൗത്ത്, മരണത്തെ ധാരാളം ഓർക്കല്. വയസ്തഅദ്ദലഹു കുല്ല ഹീനിൻ ബിഇദാദി ഉദ്ദത്തിൻ സ്വാലിഹ മിനൽ അഅമാൽ, സ്വാലിഹായ അമൽ, സ്വാലിഹത്തിൻ മിനൽ ഈമാനി വൽ അഅമാലു സ്വാലിഹ, സ്വാലിഹായ അമലുകൾ ചെയ്ത് ആ മരണത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുക. മരിക്കുന്ന നേരം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി നാം ഒരു തിന്മ ചെയ്യുമ്പോൾ നാം ഓർക്കണം, ഇപ്പോൾ അസ്രായിൽ വന്ന് എൻ്റെ റൂഹ് പിടിക്കുമോ എന്ന രീതിയിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. യാ അല്ലാഹ്, ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ
അതും അവസാന നിമിഷം, അതും പരിശുദ്ധമായ റമളാൻ, അതോടൊപ്പം അള്ളാഹു എല്ലാവർക്കും പാപമോചനം ചെയ്യുന്ന മഗ്ഫിറത്തിൻ്റെ 10 അള്ളാഹു ഉസ്താദിന് പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമാണ്, നല്ല മാസമാണ്, നല്ല ദിവസമാണ്. മഗ്ഫിറത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾക്കുള്ള മുമ്പുള്ള മരണമെന്ന് പറയുന്നത് വലിയ മരണം. വെള്ളിയാഴ്ച മരിക്കുക എന്നുള്ളത് ഖബറിലേക്ക് രക്ഷപ്പെടാൻ വലിയ കാരണമാകുമെന്ന് ഹദീസിലൊക്കെയുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വേദന ആ കുടുംബത്തിന് താങ്ങാനും സഹിക്കാനും കഴിയാത്ത വിഷയമാണ്. പരിശുദ്ധ റമളാൻ സയ്യിദുൽ ഷുഹൂറാണ്, അതുമാത്രമല്ല സയ്യിദുൽ അയ്യാമും കൂടിയാണ്, ദിവസങ്ങളുടെ നേതാവും കൂടിയാണ് ഇന്നത്തെ ദിവസം. മാസങ്ങളുടെ നേതാവുമാണ് പരിശുദ്ധ റമളാൻ. ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. യാ അല്ലാഹ്, നിന്നിലേക്ക് പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ നിന്നിലേക്ക്, നിൻ്റെ റഹ്മത്തിലേക്ക് വരുമോ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ കുടുംബത്തിനും ആ പൊന്നു മക്കൾക്ക്, പിഞ്ചു മക്കളുണ്ട് അല്ലാഹ്, മക്കൾക്കൊക്കെ വാപ്പയുടെ ഈ ഒരു മരണം അല്ലാഹുവേ അവർക്കത് താങ്ങാനും സഹിക്കാനും എൻ്റെ പ്രത്യേകമായ ക്ഷമ നൽകണേ അല്ലാഹ്. മുത്തായ റസൂൽ പറയുന്നു, ദുനിയാവിൽ ജീവിക്കുമ്പോൾ കഅന്നക ഗരീബ്, ഇന്നൊരു ഗരീബിനെ പോലെ ജീവിക്കേ, ഔ ആബിരുസ് സബീൽ, ഇല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, അസ്ഹാബിൽ ഖുബൂറിൽ എണ്ണിക്കോ നിൻ്റെ ആത്മാവിനെ. അതുകൊണ്ട് ദിക്റിനെ ധാരാളമായി മരണത്തെ ഓർക്കുക. അതുപോലെ എല്ലാ രുചികൾ തകർക്കുന്നതാണ്. അതുപോലെ ധാരാളം പരലോകത്തിലേക്കുള്ള അമൽ നാം ചെയ്യാം. ഫമൻ ആമന വ അമില അമലൻ സ്വാലിഹ യകൂനു ഹയാതുഹു ഫിൽ ആഖിറതി ഹയാതൻ ത്വയ്യിബ വമൻ കഫറ വ അമില സയ്യിആതി യകൂനു ഹയാതുഹു ഫിൽ ആഖിറതി ഹയാതൻ സയ്യിഅ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് അമലുൻ സ്വാലിഹ് ചെയ്യുന്നു, യകൂനു ഹയാതുഹു, അവൻ്റെ ജീവിതം ഫിൽ ആഖിറതി, പരലോകത്തിൽ, ഹയാതൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം അല്ലാഹു നൽകും. വമൻ കഫറ വ അമില സയ്യിഅ, അള്ളാഹുവിനെ നിഷേധിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്താൽ, യകൂനു ഹയാതുഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അവൻ്റെ ഹയാത്ത് ഹയാതൻ സയ്യിഅ, വളരെ മോശമായിരിക്കും. അള്ളാഹുവെ, പരിശുദ്ധ റമളാൻ മഗ്ഫിറത്തിൻ്റെ 10 റഹ്മാനെ. അള്ളാഹ് നമ്മുടെ സർവ്വപാപങ്ങളിൽ നീ പൊരുത്തു കൊടുക്കുക റഹ്മാനെ. അള്ളാഹ് ഉസ്താദിനിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഉസ്താദിനെ നീ ഒരുമിച്ച് കൂട്ട റഹ്മാനെ. ആ കുടുംബത്തിനും അള്ളാഹുവെ എല്ലാവർക്കും ഈ ഒരു പരീക്ഷണം അള്ളാഹ് നമുക്കറിയില്ല റബ്ബേ, എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക എന്നറിയില്ല അള്ളാഹ്. മരിക്കുന്ന നേരം നല്ല മരണം നൽകല്ലാ അള്ളാഹു. ഇതുപോലെ തീർച്ചയായും വെള്ളിയാഴ്ച, അതും റമദാൻ മാസം, അതും മഗ്ഫിറത്തിൻ്റെ 10 മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഉസ്താദിൻ്റെ ചെറിയ പ്രായവും പിഞ്ചുമക്കളും ഉസ്താദിൻ്റെ ദുനിയാവിയായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു മരണമാണ്. അള്ളാഹ് ഈ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.